Hi dear friends, Assalamualaikum, Namaskaram. Welcome back to our channel. ഇന്ന് നമ്മൾ ഈസിയായി ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഗ് ദം ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണിക്ക് കൂടുതൽ മസാലകളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായി 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ആയാലും മലബാർ ആയാലും ഏത് റൈസിലായാലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. റൈസ് കഴുകി സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പീസ് പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ബേ ലീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ അടച്ചു വെക്കാം. അപ്പൊ റൈസിന്റെ വെള്ളം തിളച്ചു തുടങ്ങി. ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ റൈസ് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മസാല റെഡിയാക്കാം. ഇടക്കൊന്ന് റൈസ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായ ശേഷം 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കാഷ്യൂസും റൈസൽസും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഫ്രൈ ചെയ്ത് മാറ്റിയ ഈ ഒരു ഓയിൽ തന്നെ 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടി ചേർത്ത് കൊടുക്കാം. വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പച്ചമുളകും 5-6 ചെറിയുള്ളിയും കൂടി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുന്നവരെ അടച്ചു വെക്കാം. ഇതിലേക്ക് 6 മുട്ട പുഴുങ്ങി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷം മിക്സ് ചെയ്ത് 2-3 മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് പിടിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. റൈസ് തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുക. അപ്പം അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റാം വേറെ പാത്രത്തിലേക്ക്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയുടെ പകുതി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം അവിടെ എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള റൈസ് ഒന്ന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു ലെയർ കൂടി മസാല ചേർത്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള റൈസ് ചേർക്കാം. അതിന്റെ മേലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തതും കാഷ്യൂസും റൈസൽസും കൂടി ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി അതുകൂടി ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം പൊട്ടിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി പങ്കുവെക്കുക. ഓക്കെ, താങ്ക് യു.